വായനശാലയും സെയിന്റ് പോൾസ് ഹയർ സെക്കൻഡറി സ്കൂളും സംയുക്തമായി ലഹരിവിരുദ്ധ ബോധവൽക്കരണം സംഘടിപ്പിച്ചു. വായന പക്ഷാചരണത്തോടനുബന്ധിച്ച് നടന്ന ചടങ്ങ് എടക്കാട്ടുവയൽ ഗ്രാമപഞ്ചായത്ത് അംഗം എൽദോ ചാക്കോ ജോഷി ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ സാമൂഹിക, രാഷ്ട്രീയ, സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുത്തു. കേരള വിഷൻ എന്നും ജനങ്ങളോടൊപ്പം. വായന പക്ഷാചരണത്തോടനുബന്ധിച്ച് വെളിയനാട് ഗ്രാമീണ വായനശാലയും വെളിയനാട് സെയിന്റ് പോൾസ് ഹയർ സെക്കൻഡറി സ്കൂളും സംയുക്തമായി സ്കൂൾ ഹാളിൽ വെച്ച് നടത്തിയ ലഹരിവിരുദ്ധ ബോധവൽക്കരണം വായനശാല പ്രസിഡന്റ് മുരളി AK അധ്യക്ഷത വഹിച്ചു. നമ്മുടെ സർക്കാരിന്റെ പോലീസ് വിചാരിച്ചാലോ എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് വിചാരിച്ചാലോ നമ്മുടെ ഇടയിലുള്ള ലഹരിയുടെ വിപണനവും വിപണനവും ഒഴിവാക്കാൻ സാധിക്കില്ല. അതിനുവേണ്ടി മുൻകൈ എടുത്ത് പ്രവർത്തിക്കേണ്ടത് നിങ്ങളുടെ ഓരോരുത്തരുമാണ്. കാരണം നിങ്ങൾക്ക് പറയാൻ പറ്റും നോ എന്നുള്ളത്. നമ്മുടെ മാതാപിതാക്കളായാലും നമ്മുടെ വീടിന്റെ പരിസരത്തുള്ളവരായാലും ലഹരി ഉപയോഗിക്കുന്നുണ്ട് എങ്കിൽ അത് പാടില്ല, അങ്ങനെ ചെയ്യരുത് എന്ന് പറയാനുള്ള ആർജവം വിദ്യാർത്ഥികളായ നിങ്ങൾക്ക് ഉണ്ടാവണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. എടക്കാട്ടുവയൽ ഗ്രാമപഞ്ചായത്ത് അംഗം എൽദോ ചാക്കോ ജോഷി യോഗം ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ നമ്മുടെ വിദ്യാർത്ഥി കാലഘട്ടത്തിൽ നിന്നാണ് നമ്മുടെ ചിട്ടയായ ശീലങ്ങളും സത്സ്വഭാവവും എല്ലാം രൂപപ്പെടുത്തിയെടുക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നത് നമ്മുടെ വിദ്യാർത്ഥി കാലഘട്ടമാണ്. അതിന് നിങ്ങളെ സഹായിക്കുന്ന എല്ലാ അധ്യാപകരും ഇവിടെയുണ്ട്, അനധ്യാപകരുണ്ട്, പ്രിയപ്പെട്ട നിങ്ങളുടെ നല്ല സുഹൃത്തുക്കളുണ്ട്. എല്ലാവരും നല്ല സുഹൃത്തുക്കളായി മാറിയിട്ടുണ്ട്. നമ്മുടെ സുഹൃത്തുക്കളോട് നോ പറയാൻ നമുക്ക് എല്ലാവർക്കും ഒരു മടിയുണ്ടാവും. ഇപ്പൊ നമ്മളെല്ലാവരും പല ആളുകളും ലഹരി ഉപയോഗിച്ചു തുടങ്ങുന്നത് ഒരു രസത്തിന്റെ പേരിലും ഒരു കൗതുകത്തിന്റെ പേരിലൊക്കെയാണ് പല ആളുകളും ലഹരി ഉപയോഗിച്ചു തുടങ്ങുന്നത്. പക്ഷെ അവരുടെ ജീവിതത്തിന്റെ നാശത്തിലേക്ക് എത്തിച്ചേരുന്ന ഒരു സാഹചര്യമായി മാറിയ പല ജീവിതങ്ങളും നമ്മുടെ കണ്ണിൽ തന്നെ നമ്മൾ കണ്ടിട്ടുണ്ട്. മുളന്തുരുത്തി പോലീസ് സ്റ്റേഷൻ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ രജീഷ് R മുഖ്യപ്രഭാഷണവും ഒരു ദിവസത്തിന് വേണ്ടി മാത്രമുള്ള ഒരു പരിപാടിയാണ് ഇത്. നമ്മുടെ ജീവിതകാലം മുഴുവൻ എടുക്കുന്ന ദീർഘകാലാടിസ്ഥാനത്തിലുള്ള ഒരു തീരുമാനത്തിന് ബാക്കിയായാണ് നാം ഈ ലഹരി വിരുദ്ധ പോരാട്ടം സംഘടിപ്പിക്കുന്നത്. എല്ലാ തരത്തിലുള്ള ലഹരികളോടും നോ പറയുക എന്നുള്ളതല്ല നമ്മളുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. എല്ലാ ലഹരികളും മോശമാണെന്ന് ഒരഭിപ്രായവും എനിക്കില്ല. അങ്ങനെ ആർക്കെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. എല്ലാ ലഹരികളും മോശമാണോ? അല്ല. ഈ സമയത്ത് നിങ്ങൾക്ക് ഏറ്റവും അല്ലെങ്കിൽ ഈ സമയം ഏറ്റവും പ്രസിദ്ധിക്കുന്ന ഒരു ലഹരി ലോകം മുഴുവൻ മുങ്ങിത്തള്ളിരിക്കുകയാണ്. ഏതാണ് ലഹരി? ഫുട്ബോൾ. അങ്ങനെ അത്തരം ലഹരികളെല്ലാം ഏറ്റെടുക്കേണ്ട ഒരു സമയത്താണ് നാം രാസലഹരികളെ കുറിച്ചും മറ്റുള്ള ലഹരികളും പറയുന്നത്. 5ാം വാർഡ് മെമ്പർ സവിത സോംകുമാർ, സ്കൂൾ മാനേജർ ഫാദർ ബോസ് നെല്ലാട്ട്, ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ സുമി കുര്യൻ എന്നിവർ ആശംസയും അറിയിച്ചു. നമ്മളെല്ലാം വഴിതെറ്റിച്ചു കൊണ്ടുപോകുന്ന, അതായത് വരുന്ന തലമുറകളെല്ലാം വഴിതെറ്റിച്ചു കൊണ്ടുപോകുന്ന ലഹരി എന്ന് പറയുന്ന ഏറ്റവും വലിയൊരു വിപത്തിനെതിരെ നമ്മുടെ സ്കൂളും നമ്മുടെ ഗ്രാമീണ വായനശാലയും ചേർന്നുകൊണ്ട് അതിനെ എതിർക്കുന്നതിന് വേണ്ടിയിട്ട് ഭാവിയുടെ വാഗ്ദാനങ്ങളായിട്ടുള്ള നിങ്ങൾക്ക് അതിൽ അടിമപ്പെട്ടു പോയാൽ നമുക്കുണ്ടാകുന്ന ദോഷവശങ്ങൾ എന്തൊക്കെയാണെന്ന് വളരെ വിശദമായിട്ടൊരു ദൃശ്യാവിഷ്കാരത്തോടു കൂടി കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം നിങ്ങൾക്ക് അത് വീക്ഷിക്കാൻ സാധിക്കും. സ്കൂൾ ഹെഡ് മാസ്റ്റർ ഏലിയാസ് പോൾ E, വായനശാല ജോയിന്റ് സെക്രട്ടറി കൃഷ്ണൻകുട്ടി MK എന്നിവർ സംസാരിച്ചു. വായനശാല സെക്രട്ടറി KK ശശിധരൻ, കമ്മിറ്റി അംഗങ്ങളായ രാജൻ AK, തമ്പി, CG രാധാകൃഷ്ണൻ, സുകുമാരൻ, സിനി വർഗീസ് എന്നിവർ സന്നിഹിതരായി. യോഗാനന്തരം അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ജയരാജ് V ലഹരിവിരുദ്ധ ബോധവൽക്കരണ ഓട്ടംതുള്ളൽ അവതരിപ്പിക്കുകയും പ്രഭാഷണം നടത്തുകയും ചെയ്തു. ന്യൂസ് ബ്യൂറോ ഐവിഷൻ പിറവം. ഇനി ജയിക്കാൻ 3 ബോളിൽ 18 റണ്ണാണ് വേണ്ടത്. 3 balls 18 runs. ചേട്ടാ കണക്ട് ആവണേ. ഹ്യൂമൻ ബേസിൽ ഓൺ സ്ട്രൈക്ക്. ബേസിൽ കണക്ട് ആവോ ഇല്ലയോ എന്ന് നോക്കാം. Oh, that's a six. അതൊരു കിടിലൻ ഷോട്ട്. ഉഗ്രൻ കണക്ഷൻ. That's another six. Last ball 6 runs. Is that a six? Yes, it's a six. കേരള വിഷൻ കണക്ട് ആൻഡ് വിൻ. നേടൂ EV സ്കൂട്ടറുകൾ, സ്മാർട്ട് TVകൾ, ബമ്പർ സമ്മാനമായി EV കാർ തുടങ്ങി 2 കോടിയുടെ സമ്മാനങ്ങൾ. കണക്ട് ചെയ്താൽ ജയമുറപ്പ്.